നമസ്കാരം. ഇന്ന് പുതിയൊരു വിഷയം പറയാമെന്നാണ് കരുതുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗം ഇപ്പോൾ വലിയ ചർച്ചയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിന്നോക്ക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സമുദായ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി വാദിക്കാം. കിട്ടിയതും കിട്ടാത്തതുമൊക്കെ അദ്ദേഹത്തിന് പറയാം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുമ്പോഴും മറ്റ് ചില സമുദായങ്ങളെ അദ്ദേഹം ഉന്നം വെക്കുന്നത്? ഇത്തരം ഒരു അപരവിദ്വേഷം പറയാതെ, അതിന് മുൻകൈ എടുക്കാതെ തൻ്റെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുവാൻ കഴിയുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും മുന്നോട്ട് വെക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും സന്ദേശങ്ങളുമാണെന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ദർശനങ്ങളെയും ചിന്തകളെയും അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെയും എല്ലാം മറന്നുകൊണ്ടാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. എന്തിനാണ് ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ, അദ്ദേഹം ഇങ്ങനെ ഇത്രമാത്രം എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസംഗങ്ങളിലൊക്കെ അത്തരം ആളുകളെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഗുരുവിൻ്റെ ദർശനങ്ങൾ, മുന്നോട്ട് വച്ച സന്ദേശം, ആരെയാണ് എതിർക്കേണ്ടത്, ഏത് കാര്യങ്ങളെയാണ് തകർക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലാണ് മുന്നേറ്റം രൂപീകരിക്കപ്പെടേണ്ടത്. ഇതൊക്കെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹം അതൊക്കെ മറന്നിട്ടുള്ള ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ കേരളത്തിൻ്റെ പൗരസമൂഹം, കേരളത്തിലെ ജനാധിപത്യ സമൂഹം ഗൗരവതരമായി കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരം അനാവശ്യ ചിന്തകളും ചർച്ചകളുമാണോ നാം ചർച്ച ചെയ്യേണ്ടതെന്ന് ഉള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടാകും. മനുഷ്യൻ്റെ സമൂഹ ജീവിയാണ് നമ്മൾ. പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യേണ്ട ആളുകളാണ്. എന്തുകൊണ്ടാണ് അതിൽ നോക്കി നമ്മൾ അകന്നു പോകുന്നത്? ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തകർക്കുന്ന തരത്തിൽ, ഇത്തരം നീക്കങ്ങളെല്ലാം മറക്കുന്ന തരത്തിൽ ചർച്ചകൾ രൂപപ്പെടുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ആശാസ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. അദ്ദേഹം ഇതൊക്കെ വാദിക്കുമ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ഒരുപാട് ദൂരം മുന്നേറിയ ഒരു സമൂഹമാണ്. പഴയകാല ചരിത്രത്തിൽ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഒരുപാട് ദൂരം മുന്നേറിയ സമൂഹമാണ് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ സമുദായം. അതിന് SNDP യോഗത്തിന് നിർണായക പങ്കുണ്ട്. അത് സംഘടിച്ച സാധാരണ മനുഷ്യർക്കും കാലാകാലങ്ങളിൽ നേതൃത്വം കൊടുത്തവർക്കും പങ്കുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശത്തെ ലോകത്തിന് സമ്മാനിച്ച ഒരു പ്രസ്ഥാനമാണ് SNDP യോഗം. ആ SNDP യോഗത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും വരേണ്ട വാക്കുകളാണോ കേരളം ഇന്ന് കേൾക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം. മാറ്റങ്ങളുണ്ടാവണം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയൊക്കെ അദ്ദേഹം ഉന്നം വെക്കുന്നു. എത്രയൊക്കെയാണോ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമാണ്, ഒരു നന്മ പ്രവൃത്തിയാണ്. ഒരു വശത്ത് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രാജ്യത്ത് ചെന്നുപോയി ആ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ചില ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ആ ബന്ധങ്ങൾ പിന്നീട് തനിക്ക് തന്നെ ശാപമായി തീരുകയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ അതിൽ നിന്നും, ആ കുരുക്കിൽ നിന്നും ഒഴിയുവാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യനാണ് ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. പക്ഷെങ്കിൽ തെറ്റാറ് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ, മാനവികതയും മനുഷ്യത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ നടക്കുന്ന ഒരു വിഷയമാണ്. രക്ഷപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അല്ലായിരുന്നെങ്കിലും പക്ഷേ അദ്ദേഹം അതിന് കാന്തപുരത്തെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ അതിന് മുതിരും, അവരുടെ സംഘടന മുതിരുമെന്ന് നമുക്ക് കരുതുവാൻ തരമില്ല. അതുകൊണ്ട് ആളുകൾ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഒരു സമൂഹം ആഗ്രഹിക്കുമ്പോൾ ആ താല്പര്യത്തിനൊപ്പം നിൽക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, ബന്ധങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നാണ് അതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ നന്മ ചെയ്യുന്ന ആളുകളെ എതിർക്കുന്നത് ശരിയാണോ? ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ചില സമുദായങ്ങളെല്ലാം തട്ടിക്കൊണ്ടു പോകുന്നു, ചില സമുദായങ്ങൾ, ചില മേഖലകൾ കൈയടക്കി വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും ഒരു കേസിൽപ്പെട്ട് വിദേശ രാജ്യത്തെ നിയമത്തിനുള്ളിൽ കുരുക്കിലാകുമ്പോൾ MA യൂസഫലിയാണ് വന്ന് പ്രധാനപ്പെട്ട ബിസിനസ്സുകാരനായിട്ടുള്ള
യൂസഫലിയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്നത്. അദ്ദേഹത്തെ കേസിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് അടയ്ക്കേണ്ട പണമൊക്കെ കരുതി സ്വരൂപിച്ച് പുറത്തെത്തിക്കുകയാണ്. അതുപോലെ നന്മ പ്രവർത്തിയാണ്. അപ്പോൾ അതിനൊക്കെ വിധേയനായ അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഈ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കട്ടെ. ശ്രീനാരായണീയ ദർശനം എപ്പോഴും അവരനെ കൈക്കൊള്ളുകയും അവരനെ ചേർത്ത് പിടിക്കുകയും അവരൻ്റെ സുഖത്തിന് വേണ്ടി വർത്തിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വലിയ സാമൂഹ്യ ദർശനമാണ്. അത് ക്രിസ്തുവിൻ്റെ ദർശനമുണ്ട്, ബുദ്ധൻ്റെ ദർശനമുണ്ട്. അതിൽ ഒരുവിധപ്പെട്ട എല്ലാ മതങ്ങളുടെയും നല്ല സാരാംശങ്ങളെ ശ്രീനാരായണ ഗുരു ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരു ഇതൊക്കെ പറയുകയും പിന്നീട് ഗുരു എന്ന തലത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നവോത്ഥാന നായകനായി കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര പുരുഷനായി കേരളം പരിഗണിക്കുകയും കേരളം മാനിക്കുകയൊക്കെ ചെയ്യുന്ന ആ മഹാനായ ഗുരുവിനെ നമ്മൾ നാണം കെടുത്തുന്ന തരത്തിലേക്ക് സമുദായത്തിൻ്റെ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകളും സംസാരങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് കഴിയട്ടെ. എല്ലാവർക്കും വേണ്ടി ഇടപെടുകയും എല്ലാവർക്കും വേണ്ടി നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരെന്നൊക്കെ പറയുന്നത്. അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തുന്ന മനുഷ്യരെയാണ് കേരളത്തിന് ആവശ്യം, അല്ലെങ്കിൽ പുതിയ ജനാധിപത്യ സമൂഹത്തിന് ആവശ്യം. ഡോക്ടർ അംബേദ്കർക്ക് സമൂഹത്തിൽ സമതയ്ക്ക് വേണ്ടി വാദിച്ചത്, സമത്വത്തിന് വേണ്ടി വാദിച്ചത് ഇതുകൊണ്ടാണ്. ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെ കഴിയുന്ന, പരസ്പരം അന്തസ്സോടും അഭിമാനത്തോടും ബഹുമാനത്തോടും മനുഷ്യരെ കരുതുന്ന ഒരു സിസ്റ്റം രൂപപ്പെടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഡോക്ടർ അംബേദ്കർക്ക് ഇന്ത്യക്ക് വേണ്ടി, ഈ ജനസമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അപ്പോൾ അതൊക്കെ മറന്നിട്ട് ഇന്നത്തെ സാംസ്കാരിക നായകരും സാമുദായിക നേതാക്കളും മതപണ്ഡിതരുമൊക്കെ സംസാരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ ചില നേതാക്കളുടെ പരാമർശങ്ങൾ വളരെ മോശമാണ്. അതിനെ ആ തരത്തിൽ ചർച്ച ചെയ്യാതെ, അതിനെ ആ രീതിയിൽ വഷളാക്കാതെ പരസ്പരം സഹിഷ്ണുതയോടും പരസ്പരം സൗമ്യതയോടും കാര്യങ്ങൾ പറയുകയും നല്ല നല്ല ആശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല സാമൂഹിക രാഷ്ട്രീയ ശരീരം സൃഷ്ടിച്ചെടുക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയട്ടെ. അതിന് കഴിയണം, അതിന് കഴിയുന്നവരാകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് പാടിയ ഒരു നാടാണ്. അത് മറക്കാൻ നമ്മൾ പാടില്ല. അതുകൊണ്ട് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത ആളുകൾ പരസ്പരം സഹോദര തുല്യം പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും അവരുടെ വേദനയിൽ സ്വന്തം വേദനയായി പങ്കുചേരുന്നതുമായിട്ടുള്ള മനുഷ്യരായി നമുക്ക് വളരാൻ കഴിയട്ടെ. അങ്ങനെയുള്ളൊരു ആധുനിക കേരളം, പുതിയ കേരളം, പുതിയ ചിന്തിക്കുന്ന കേരളം. ഇവിടേക്കാണ് വേടനൊക്കെ പാടുന്ന പാട്ടിൻ്റെ പ്രസക്തി. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പൊയ്യൽ ശ്രീകുമാര ഗുരുദേവൻ എന്ന് നമ്മൾ പറയുന്ന പൊയ്യലപ്പച്ചനൊക്കെ ഈ പാട്ടുകളൊക്കെ എത്രയോ വർഷം മുന്നേ പാടിയതാണ്. അതുകൊണ്ട് വിവേചനമില്ലാത്ത, മാറ്റി നിർത്തലുകളില്ലാത്ത, അപരവൽക്കരണങ്ങളില്ലാത്ത, സന്തോഷകരമായ, പരസ്പരം ചേർത്ത് പിടിക്കുന്ന, സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ തോളോട് തോൾ ചേരുന്ന, മനുഷ്യനെ മാത്രം കരുതുന്ന ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.